പോട്ടെ പോട്ടെ പോട്ടെ. മുടിഞ്ഞ നാളെ 1-ാം തീയതി മുടിഞ്ഞ തിരക്കുമായിരിക്കും. അല്ലെങ്കിൽ ഈ വള്ളംകുളം ബിവറേജിൽ ഒരുത്തരും ക്യൂ നിൽക്കത്തില്ല. ഇവന്മാരെ കുറ്റി അടിച്ച് ഇവിടെ കെട്ടിയിട്ടേക്കോന്നളിയാ. തിരിച്ചു പോവാം. അയാളെ കളിയാക്കുന്നവനാ, പെറ്റു തരുന്നതിലല്ല, അയാൾ കളിയാക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാം. അതുകൊണ്ട് സാറേ അവന്മാർ തിരിച്ചു പോകുന്നു. പൊക്കോട്ടെ, അവിടെ റോഡ് ബ്ലോക്കാ. അവന്മാർ കറങ്ങി തിരിഞ്ഞ് ഇതിലെ തന്നെ വരും. എഴുതിക്കൂ, നമ്മുടെ സ്ഥിരം കക്ഷികളല്ലേ അവന്മാർ. ആരൊക്കെയാണോ പോയേക്കുന്നത്? ആ പശുവും രാജശില്പിയും കൂടെ പോയിരിക്കുന്നത്. മണിക്കൂർ 2 വേണ്ട, അവന്മാരോടെ നിപ്പുണ്ട്. എന്താ വന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മിണ്ടാൻ നിൽക്കട്ടെ. ഞാനൊന്നും മിണ്ടുന്നില്ലേ. അതാ അതെനിക്ക് നല്ലത്. ചീരച്ചേമ്പിൻ്റെ ഇലയിലോടും. ഇത് പിന്നെ ചൊറിയൻ ചേമ്പിൻ്റെ ഇലയിലാണോ? ചൊറിഞ്ഞ് ഊപ്പാട് ഈ വരത്തില്ല. മുടിഞ്ഞ പഞ്ചായത്ത് ആകെപ്പാട് ഇത് പുറത്ത് പോകാൻ 2 വഴിയേ ഉള്ളൂ. ഇവന്മാർക്കൊക്കെ കുറച്ച് വഴി ഉണ്ടാക്കിയാലേ എന്നാ. അതിൽ നല്ലതല്ലയോ ബിവറേജ് ഇങ്ങോട്ട് മാറ്റുന്നത്. इधर से नहीं उधर से जाओ. എസ് ഐ കളിയാക്കുന്നവനാ, എന്നാലും പോകാം. പാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ 5G 10G ഒന്നും വേണ്ട കേട്ടോ. ബിവറേജിലോട്ടുള്ള വഴി ബ്ലോക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു വികസനവും വേണ്ട. ഞാൻ പറഞ്ഞേക്കാം കേട്ടല്ലോ. കോപ്പലോട്ട് തെളിപ്പിടി ഞാൻ ദൂരെ കളയവിടെ. ഹലോ ഹലോ, നമ്മൾ 840 രൂപയ്ക്ക് 4 പേര് ഷെയർ ഇട്ടത്. നിങ്ങളൊരു 250 വീതം ഗൂഗിൾ പേ ചെയ്യേ. പോടാ കൊടുന്ന്. ടച്ചിനല്ലെന്ന് പെറ്റി കൊടുക്കാൻ. ഇവന് പെറ്റി അടിച്ചെന്ന്. വേഗം അങ്ങോട്ട് ഇട്. പെട്ടെന്ന്. എന്തിനാണ് ബിവറേജ് അടച്ചിടുന്നേ? 30-ാം തീയതി എല്ലാവർക്കും ശമ്പളം കിട്ടുന്നേ. 1-ാം തീയതി അപ്പോൾ അടിച്ചു വെച്ചിട്ട് എല്ലാം കൂടെ തീർക്കാതിരിക്കാനുള്ള സർക്കാർ കണ്ടുപിടിച്ചിരിക്കുന്ന പരിപാടിയായത്. മനസ്സിലായി? 2-ാം തീയതി 4-ാം തീയതി ആണല്ലോ ഓരോരുത്തർക്ക് ശമ്പളം കിട്ടുന്നത്. എന്നാൽ ആദ്യത്തെ ഒരാഴ്ച മൊത്തം അങ്ങ് അടച്ചിടല്ലോ. ഒരുമാതിരി അപ്രിയ സത്യം പറയരുത് കേട്ടോ. കുലിക്കേർത്തി ഞാൻ വെള്ളത്തിൽ കളയും. ചുപ്പ് രഘു ബംഗാളി പറഞ്ഞ കേട്ടോ. ഇതർസേനായി ഉദർസേത് പോയിട്ടില്ല. അളിയ യാതൊരു കാരണവശാലും വണ്ടി നിർത്തല്ലേ, ഞാൻ സെറ്റ് ചെയ്തോളാം. പിന്നെ ഞാൻ എടുത്തോളാം. നിങ്ങൾ പൈസ കിട്ടല്ലേ ആരെയും ഇത് ഞാൻ എടുക്കത്തുള്ളൂ കേട്ടോ. നീ ആരെയും മേടിച്ചു പോടാ അവിടുത്തെ പൈസ കിട്ടല്ലേ ആരെയും ഇത് എടുക്കത്തുള്ളൂ. ഞങ്ങളുടെ ഞാൻ കിട്ടേക്കാം. ഇപ്പം നിനക്കൊരു ഹെൽമെറ്റ് മേടിച്ചാണ് കുഴപ്പം. സെക്കൻഡ് ഹാൻഡ് ഒന്നും മേടിക്കണം. കേറിയിട്ടുണ്ട്.